ഗാന്ധിയുടെ ഓഫീസിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് വൻ തട്ടിപ്പിന് ശ്രമം. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. മന്ത്രിസ്ഥാനവും ഉന്നത പദവികളും വാഗ്ദാനം ചെയ്ത് കോടികളാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ തട്ടിയെടുക്കാൻ ഈ സംഘം ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ തനിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഇതിൽ യാതൊരു വിധത്തിലുമുള്ള പങ്കുമില്ല എന്ന് വ്യക്തമാക്കി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ മിക്ക നേതാക്കന്മാരും ഇവിടെ സ്ഥാനമോഹികളാണെന്നുള്ള കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ആയതിനാൽ തന്നെ ചിലപ്പോൾ കോൺഗ്രസിൽ തന്നെയുള്ള നേതാക്കളാകാം ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന ആക്ഷേപം. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള വഴികൾ വീണ് കിട്ടിയ ഈ ഒരു ഭരണമാകട്ടെ അത് കേരളത്തിൽ മാത്രം കോൺഗ്രസിനൊരു നിലനിൽപ്പുണ്ട്. എന്നാൽ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്ഥാനം ഇപ്പോഴും പുറത്താണ്. ആയതിനാൽ തന്നെ ഇത്തരം ചെപ്പടി വിദ്യകൾ കാണിക്കുന്നത് അവർക്ക് തന്നെ വിനയാകുമെന്നതിലും സംശയമില്ല. അതേസമയം മന്ത്രിസ്ഥാനവും പാർട്ടിയിലെ ഉന്നത പദവികളും വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കോടികൾ തട്ടാൻ ശ്രമിച്ച സംഭവത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ രാജ്കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ പേരും പ്രിയങ്ക ഗാന്ധിയുടെ ഡൽഹി ഓഫീസിന്റെ വിലാസവും ദുരുപയോഗം ചെയ്തു എന്നതാണ് തട്ടിപ്പുകാർ, അതായത് ഇത് ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പുകാർ നേതാക്കളെ സമീപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തട്ടിപ്പ് ഫോൺ കോൾ ലഭിച്ച, അതായത് ഈ ഒരു തട്ടിപ്പ് ഫോൺ കോൾ ലഭിച്ച കോൺഗ്രസ് നേതാക്കളായ വിദ്യാ ബാലകൃഷ്ണൻ MLA, ഡീൻ കുര്യാക്കോസ് MP, ഷാഫി പറമ്പിൽ MP എന്നിവരുമായി നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് രാജ്കുമാർ തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിൽ കേസിന്റെ ഏത് അന്വേഷണത്തോടും പൂർണ്ണമായും തന്നെ സഹകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഉടൻ മന്ത്രിസഭാ പുനർസംഘടന നടക്കുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കണമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പുകാർ ഇവിടെ നേതാക്കളെ സമീപിച്ചത്. ആദ്യം വ്യാജ ഫോൺ കോൾ ലഭിച്ച ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനായിരുന്നു ആദ്യത്തെ തട്ടിപ്പിന് ഇരയായത്. പിന്നീടാകട്ടെ CS രാജ്കുമാർ എന്ന പേരിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച വ്യക്തിയുടെ വാക്കുകളിൽ സംശയം തോന്നിയ MLA ഉടൻ തന്നെ പാർട്ടി നേതൃത്വത്തെയും പോലീസിനെയും വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ സമാനമായ രീതിയിൽ ഡീൻ കുര്യാക്കോസ് MPക്കും ഷാഫി പറമ്പിൽ MPക്കും അവിടെ തട്ടിപ്പുകാർ ബന്ധപ്പെടുകയും ചെയ്തതായി തന്നെയാണ് വിവരം. പ്രിയങ്ക ഗാന്ധിയുമായി വിഷയം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ രാജ്കുമാർ ആകട്ടെ ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന ഇത്തരം ഹൈടെക് തട്ടിപ്പുകൾക്കെതിരെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളത്തിൽ ഉടൻ മന്ത്രിസഭാ പുനർസംഘടന ഉണ്ടാകുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കാമെന്നും പറഞ്ഞായിരുന്നു ഏലത്തൂർ MLA കൂടിയായ വിദ്യാ ബാലകൃഷ്ണന് ആദ്യം ഫോൺ കോൾ എത്തുന്നത്. രാജ്കുമാർ എന്ന വ്യാജേന ഇംഗ്ലീഷിൽ സംഭാഷണം നടത്തുകയും സംശയം തോന്നിയ ഇവർ ഉടൻ തന്നെ നേതൃത്വത്തെ വിവരം അറിയിച്ചുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുകയുമാണ് പിന്നീടുണ്ടായത്. അതിനുശേഷമാണ് മറ്റ് നേതാക്കളിലേക്ക് പോലും ഈ വിവരങ്ങൾ എത്തിയത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി കനിഷ്ക സിംഗ് ചമഞ്ഞുകൊണ്ട് രാജ്യത്തെ വിവിധ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത അമൃത്സർ സ്വദേശി ഗൗരവ് കുമാർ എന്നയാളെ പോലീസ് ഈ വർഷം ആദ്യമാണ് അറസ്റ്റ് ചെയ്തത്. ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ 6ഓളം സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കൾ ഈ തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഹരിയാനയിലെ ഒരു മുതിർന്ന നേതാവ് 10 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ, അതായത് ഹരിയാനയിലെ ഒരു നേതാവിന് ഇത്തരത്തിൽ 10 ലക്ഷം രൂപയാണ് നഷ്ടമായത്. നിലവിൽ വയനാട് സൈബർ പോലീസിലും കോഴിക്കോട് സൈബർ പോലീസിലും പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറിയുടെ പേരിലുള്ള ഈ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.